ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന പാൽനുര പാൽക്കുഴമ്പ് എന്നിവ ഉള്ളം കയ്യിലിട്ട് ചലച്ചുണ്ടാക്കിയ ഈ മരുന്ന് നിങ്ങളെ ചൂട്ടുവരെ കൊണ്ട് തോണ്ടിയെടുത്ത് അണ്ണാക്കിട്ട് ഒരു 3 കറക്ക് ടപ്ലിയു 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 എന്ന് സ്വരം കേട്ടാൽ സംശയിക്കേണ്ട സുഹൃത്തെ നിങ്ങളുടെ രോഗം നിശ്ചയിച്ചം മാറി. നോക്കണം സാർ, ഇതുപോലെ എന്റെ കയ്യിലിരിക്കുന്ന കട്ടുമ്പനെ ആനയാക്കാം, ആനെ പൂനയാക്കാം, പൂനെ ചേനയാക്കാം. ഇത് മായമല്ല, ജാലമല്ല, മരുന്നിന്റെ മാറ്റൊരു ശക്തി മാത്രമാണ്. ആലപ്പിയടി മാലി കൊണ്ടോട്ടി കൊല്ലേണ്ട വിദേശരാജ്ഞ ചുറ്റിച്ചടിച്ചാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ പറയുമ്പോ കല്യാണം പൊളിയാണ് ചതിയാന്ന് അറിയില്ല സുഹൃത്തേക്കില്ല. പാറയിൽ വിളിയാ തെറിക്കുക, വെള്ളത്തിൽ വിളിയാൽ നുരവങ്ങുക, ചില മൂന്ന് നീ നാവാട്, ഞാൻ മൂത്രം വെച്ചിട്ട് ഇപ്പൊ വരാം. നോക്കണം സാർ, ഇതിൽ മായമില്ല, മന്ത്രമില്ല, ജാലമില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ല. നിന്നെയും കൊല്ലും, അവനെയും കൊല്ലും. നീ കൊണ്ടുവന്ന ഡോക്ടർ എന്റെ ജീവിതം തൊലച്ചടാ, അറിയാവോ? എന്നൊന്നും ചെയ്യരുത്. അവനൊരു വ്യാജ ഡോക്ടറാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. എന്ത്? അറിഞ്ഞപ്പോ അവനോട് ഞാൻ പലവട്ടം പറഞ്ഞതാ, അറിയാത്ത പണി ചെയ്ത് മനുഷ്യനെ കൊല്ലരുതെന്ന്. കേട്ടില്ല. എന്താ ഉണ്ടായത്? ആ വ്യാജനെ പോലീസ് പിടിച്ചോ? വ്യാജൻ? അത് ശരി. ഇന്നത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞോ ഡോക്ടർ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണോ? ഇവിടെ അസൗകര്യങ്ങൾ വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടോ. ഡോക്ടർ എന്താ ഒന്നും മിണ്ടാത്തത്? മനസ്സിലായി മനസ്സിലായി. നന്ദിനിയും ഡോക്ടറുമായുള്ള വിവാഹത്തിന് ഞാൻ തടസ്സമാകുമോ എന്നുള്ള സംശയം അല്ലേ? ഇനി ആ സംശയം വേണ്ട. നന്ദിനിയെ ഡോക്ടർ തന്നെ വിവാഹം കഴിക്കണം. പിന്നീടാ ഞാൻ ആലോചിച്ചത്, ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. ലണ്ടനിൽ പഠിച്ച വനിതാ ഡോക്ടറും മണിപ്പാലിൽ പഠിച്ച പുരുഷ ഡോക്ടറും. നിങ്ങൾ തമ്മിൽ ഭയങ്കര ചേർച്ചയാണ്. ഈ കല്യാണം നമുക്ക് എവിടെ വെച്ച് നടത്താൻ? ക്ഷേത്രം മതിയോ അതോ കല്യാണ മണ്ഡപം വേണോ? കല്യാണത്തിന്റെ അന്ന് ഈ നാടൊന്ന് ഇളകി മറിയണം. അത് ഞാൻ ഇളക്കി തരാം. ഡോക്ടർ വിഷമിക്കേണ്ടി വരില്ല. പിന്നെ ചില അവകാശങ്ങളൊക്കെ ഞാൻ എടുക്കും. ഉദാഹരണത്തിന് കല്യാണത്തിന്റെ അന്ന് ഡോക്ടറെ കൊടുക്കാനുള്ള വസ്ത്രങ്ങളൊക്കെ ഞാൻ വാങ്ങും. ഡോക്ടർ എന്ത് പറയുന്നു? അത് എതിര് പറയരുത്, എനിക്ക് സങ്കടം വരും. ഒരു ഫോട്ടോ ഉണ്ടോ കയ്യില്? ഫോട്ടോ ഡോക്ടറുടെ പത്രത്തിൽ കൊടുക്കാനാ. ഡോക്ടറുടെയും നന്ദിനിയുടെയും ഒരു അടിക്കുറിപ്പ് ഉണ്ടാവും. ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ നന്ദിനി. ഇവർ ചിലപ്പോൾ അടുത്ത ആഴ്ച വിവാഹിതരായേക്കും. അങ്ങനെ കൊടുക്കാൻ എന്താ? വിവാഹിതരായേക്കും എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വിവാഹം കഴിഞ്ഞിട്ട് വിവാഹിതരായി എന്ന് പറഞ്ഞു കൊടുത്താൽ പോരെ? അതിൽ പുതുമയില്ല. വിവാഹിതരായേക്കും എന്ന് പത്രത്തിൽ കൊടുക്കുന്നതാണ് പുതുമ. ഫോട്ടോതാ 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 ഫോട്ടോ ഒന്നും ഇല്ല. ഫോട്ടോതാ. എന്തായി സാവിത്രി? എന്ത്? നന്ദിനോട് നീ സംസാരിച്ചില്ലേ? സംസാരിച്ചല്ലോ. എന്നിട്ട് അവക്ക് ഏതോ ലൈബ്രറിയിൽ പോണോത്രേ. പിന്നെ ഏതോ ഒരു ഇംഗ്ലീഷ് പഠിത്തത്തിന്റെ കാസറ്റ് കൊടുക്കണമെന്ന്. കാസറ്റോ? അതല്ല ഞാൻ ചോദിച്ചത്. ഡോക്ടറുമായിട്ടുള്ള കല്യാണക്കാര്യത്തെ പറ്റി സംസാരിച്ചില്ലേന്ന്. ഇല്ല. സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? പൂവ്. പക്ഷെ സംസാരിക്കണമെന്ന് എനിക്കൂടെ തോന്നണ്ടേ? ഒരു പാവം ചെറുക്കന്റെ സ്വത്ത് മുഴുവൻ തട്ടിയെടുത്തിട്ട് പറഞ്ഞ പോലെ അവനെ ഇവിടെ കാണുന്നില്ലല്ലോ. എന്തിനാ കാണുന്നത്? ഈ വീടിന്റെ അവകാശം കൂടി നിങ്ങൾ എഴുതി വാങ്ങിയില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ മുൻകൈ എടുത്തിട്ടാണ് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതെന്നെങ്ങാനും അവനോട് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ, ഈ മാധവൻ തമ്പിയുടെ തലസുരമം നീ കണ്ടിട്ടില്ല? ഓ, ഞാൻ ഒരുപാട് കണ്ടതാ. ആ കണ്ടതുപോലെ ഇനി നീ കാണാൻ പോകുന്നത്. എന്ത് കുന്തോ ആയാലും നന്ദിനി അത്ര പെട്ടെന്ന് ഒരു കല്യാണത്തിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ കാര്യം ഞാൻ നോക്കിക്കോളാം. കല്യാണത്തിന് അങ്ങനെ അവിടെ സമ്മതിച്ചില്ലെങ്കിലുണ്ടല്ലോ അവിടെ കയ്യും കാലും ഞാൻ ചവിട്ടി പിടിക്കും. ആരുടെ കയ്യും കാലാണ് അമ്മാവ? ആരിത്? മഹാദേവനോ? നീ എവിടെ ആയിരുന്നടാ? അതെ, നിന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നന്ദിനിയുടെ കയ്യും കാലും ഞാൻ തല്ലി ഓടിക്കുന്നു പറയായിരുന്നു. അതൊന്നും വേണ്ടി വരില്ല അമ്മാവ. അല്ലാതെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും. ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം ചോദിക്കട്ടെ മോനെ മഹാദേവ, എന്താ നീ ഉദ്ദേശിച്ചത്? കടിഞ്ഞാൺ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഏത് കടിഞ്ഞാൻ? നീ കുതിരയെ മേടിച്ചു? ഒരു എലിയെ പിടിച്ചാൽ പൂച്ച അതിനെ പെട്ടെന്ന് അങ്ങനെ തിന്നു കളയില്ല. കുറേ നേരം ഇങ്ങനെ തട്ടി തട്ടി കളിക്കും. അതൊരു രസാ. ഏത് പൂച്ച? ഏത് എലി? പൂച്ച ഞാനാ. എലി എലി അത് പിന്നെ പറയാം. ഇപ്പൊ പറ മോനെ. വേണ്ട, കാര്യം അറിയുമ്പോ അമ്മാവൻ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നില്ലെങ്കിൽ നോക്കിക്കോ. ഒന്ന് പറ മോനെ. പിന്നെ പറയാം. നന്ദിനിയെ അവൾ ഇഷ്ടപ്പെടുന്ന മിടുക്കനായ ഡോക്ടർ തന്നെ കെട്ടട്ടെ. എവിടം വരെയായി അമ്മാവ കാര്യങ്ങൾ? ഇന്ന് കാലത്ത് അവള് പറയാ അവ ഉടനെ ഡോക്ടറെ കല്യാണം കഴിക്കണമെന്ന്.
സ്ത്രീധനത്തുക നാളെ തന്നെ ഡോക്ടർക്ക് കൊടുക്കണമെന്നും അവന്റെ വീട്ടിൽ അറ്റകുറ്റപ്പണി ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ കുഞ്ഞെ. ഡോക്ടർ അറ്റകുറ്റപ്പണിയൊക്കെ തുടങ്ങിയോ? അതെന്നെ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നേ എന്റെ വിധിയാണ്. രക്ഷപ്പെടാനുള്ള അവസാന സന്ദർഭവും നഷ്ടമായി. 2 ദിവസത്തിന് നല്ലൊരു തുക കൈ വന്നേനെ, എല്ലാം തൊലഞ്ഞു. ഈ മഹാദേവന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിന്നെ നേരി കണ്ടിട്ടും ഒരു വ്യാജനാണെന്ന ഭാവം പോലും നടിക്കാത്ത എന്ത്? ഏതോ വാഹനം വന്നിട്ടുണ്ട്. ഏയ്, നിന്റെ ഉള്ളിലുള്ള ഭയം കൊണ്ട് തോന്നിയതാ. അമ്മോ, പോലീസ്! എങ്ങോട്ടാ പെട്ടിയൊക്കെ ആയിട്ട് വ്യാജ ഡോക്ടർ? ഒളിച്ചോടാനുള്ള പദ്ധതിയാണല്ലേ? വ്യാജ ഡോക്ടറുടെ കൂടെ വ്യാജ ദല്ലാളും ഉണ്ടല്ലോ. അതും സൗകര്യമായി. ഇവനെ തെരഞ്ഞ് നമ്മൾ ഇനിയും കറങ്ങാതെ കഴിഞ്ഞല്ലോ. രണ്ടുപേരും പോന്നോളൂ. എത്തിയോ? നടക്കല്ലേ? നടക്കുന്ന ആളോട് നടക്കടാ നടക്കടാ. ഇത് ഏത് സ്ഥലം? ഇതാണ് നിന്റെ തന്തയുടെ തറവാട്. ഞാൻ വ്യാജനല്ലെന്ന് പറഞ്ഞില്ലല്ലോ. കുറ്റം സമ്മതിക്കായിരുന്നല്ലേ അടിക്കേണ്ടത്? വ്യാജനാണെന്ന് സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും ഇരിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതെവിടുത്തെ ന്യായം? ഇത് ഇവിടുത്തെ ഞങ്ങളുടെ ന്യായം. ഇത് ഞാൻ സമ്മതിക്കുന്നു. ജയിലിൽ കൊണ്ടുവന്ന് മനസ്സിലാക്കാം. ഇവിടെ കൊണ്ടുവന്ന് കൊല്ലാനാണോ ഭാവം? കൊല്ലടാ, കൊല്ലും. മീശയില്ലാത്ത പോലീസുകാർ മീശ വെക്കണമെന്നാ സർക്കാർ ഉത്തരവ്. വ്യാജ പോലീസാണോ? അടിയറായി മുട്ടി. ശരിക്കുള്ള പോലീസിനെ കിട്ടിയില്ലേ? ശരിക്കുള്ള പോലീസിനെ അറിയിച്ചാൽ ഞങ്ങളുടെ ആശുപത്രിക്കല്ലേ ചീത്തപ്പേര്. മാത്രമല്ല, നന്ദിനിയുടെ കാര്യത്തിൽ താൻ എന്നോട് കാണിച്ച ചതിക്ക് 2 പൊട്ടിച്ചു തന്നില്ലെങ്കിൽ എന്താ സുഖം? ഇപ്പൊ സുഖമായോ? പ്രതീക്ഷിച്ചത്ര സുഖമായില്ല. വേഷം കിട്ടിയവന്മാര് പോരാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നേരിട്ട് തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? ആവാം. വിഷപ്പാമ്പുകളെ ഞാൻ കൈകൊണ്ട് തൊടാറില്ല. എങ്കിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? 2 പേരും കൂടി നേരത്തെ ചെയ്ത മരുന്ന് കച്ചവടമല്ലേ, അത് തുടരാലോ. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി ഡോക്ടറെ ജോലി തന്നെ നോക്കാം. പക്ഷെ ആ കൂട്ടത്തിൽ പെണ്ണുങ്ങളെ കറക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് വളരെ ക്രൂരമാണ്. മാനസിക പീഡനമാണ് ഏറ്റവും വലിയ പാപം. മിസ്റ്റർ മഹാദേവൻ, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. എങ്കിലും പറയാ, ആശുപത്രിയിലെ സിസ്റ്റർ നിർമ്മലയെ ഞാൻ സ്നേഹിച്ചു. ഞാൻ ആരാണെന്നറിഞ്ഞിട്ടും അവൾ എന്നെ വെറുത്തില്ല. നന്ദിനി ഒരിക്കലും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. നിങ്ങളുടെ അമ്മാവൻ എനിക്ക് കുറെ പണം തരാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോ ഒരു ചെറിയ നാടകം അവിടെയും കളിച്ചെന്നേ ഉള്ളൂ. അമ്മാവൻ നിർബന്ധിച്ചു? സംശയമുണ്ട്. അയാൾ മഹാ താപ്പാനെയാ. എന്നെ വെച്ച് പണം കൊയ്യാമെന്നുള്ള മോഹമായിരുന്നു അയാൾക്ക്. എല്ലാം എനിക്കറിയാം. നിങ്ങളെ അയാൾ കുരങ്ങ് കളിപ്പിക്കും. ഞങ്ങൾക്കും കുറെ മനുഷ്യത്വം കൊണ്ട് സാറേ. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെയൊക്കെ ശ്രമിച്ചു നോക്കിയത്. മറ്റാശ്രമില്ലാത്ത ചിലർ കൂടി വേണ്ടിയാണ്. പക്ഷെ തോറ്റുപോയി. ദേവി അത് വിശ്വസിക്കണം. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ജയിക്കുന്നവർക്ക് മാത്രമുള്ളതല്ലേ ലോകം, തോൽക്കുന്നവരുടെയും കൂടിയാ. ഇനി നിങ്ങൾക്ക് ഞങ്ങളെ ലോക്കപ്പിലാക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ നേരിട്ട് ചെന്ന് പിടികൊടുക്കാം. എന്തു വേണം?
പറയണം സാർ. ലോക്കപ്പിലാക്കാനൊന്നും എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എങ്കിൽ പൊയ്ക്കോട്ടെ. ദൈവാധീനം കൊണ്ട് ആശുപത്രിക്ക് ഞാൻ കാരണം ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. ഗുഡ് ബൈ. ഡോക്ടർ. ഡോക്ടർ എന്തിനാ കളിയാക്കുന്നത്? സോറി, വിളിച്ച് ശീലിച്ചു പോയതല്ലേ. അമ്മാവൻ ഇപ്പോഴും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് തിരശ്ശീല വീഴാറായിട്ടില്ല. രാഘവ, ആരാണോ നോക്കിയേ? ഡോക്ടറാണെങ്കിൽ അവിടെ ഇരിക്കാൻ പറ. ഹലോ. യെസ്, ഡോക്ടർ നന്ദിനിയല്ലേ? അതെ. എന്നെ ഓർമ്മയുണ്ടാവില്ല. ഞാൻ ഡാഡിയുടെ കൂടെ 1-2 തവണ ഇവിടെ വന്നിരുന്നു. ഡാഡി എന്ന് വെച്ചാ എനിക്ക് മനസ്സിലായില്ല. കേരളത്തിലെ ഒരു പാവം PWD മിനിസ്റ്റർ. ഞാൻ അദ്ദേഹത്തിന്റെ 1 and only സൺ ഹരികൃഷ്ണൻ. ഓർക്കുന്നു? ഡാഡി അറിയാം. അത് തന്നെ വലിയ കാര്യം. എന്നെ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അതിന് മാത്രം ഒന്നുമില്ല താനും. അതെനിക്കറിയില്ല. ഓർക്കുന്നില്ലെന്ന് പറഞ്ഞത് ഓർക്കാത്തോണ്ട് തന്നെയാ. യെസ്, മനസ്സിലായി. ഡാഡി പറഞ്ഞിട്ട് എപ്പോഴും ഓർമ്മയിലുണ്ട്. പഠിക്കാൻ പുറത്തു പോയിരിക്കായിരുന്നല്ലേ? ഉവ്വ്. എന്ന് തിരിച്ചു വന്നു? കുറച്ചു നാളായി. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. എനിക്ക് ധൃതിയൊന്നുമില്ല. ഇവിടേക്ക് മാത്രമായിട്ട് വന്നതാ. ഉള്ള കാര്യം തുറന്നു പറയട്ടെ. എന്ത്? എന്റെ ഓർമ്മയിലുള്ള നന്ദിനി ഇത്രയ്ക്ക് സുന്ദരിയായിരുന്നില്ല. താങ്ക്സ് ഫോർ ദ കോംപ്ലിമെന്റ്. അച്ഛാ, ഏതൊരാൾ കാണാൻ വന്നിരിക്കുന്നു. അല്ല, ആരിത്? അച്ഛൻ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അച്ഛനവിടെ ഇലക്ഷൻ തിരക്കില്ല. ഒരു പ്രധാന കാര്യം നേരിട്ട് പറയാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുക. ഇരിക്കേ. അല്ല, ഇലക്ഷൻ ഫണ്ടോ മറ്റോ ആണോ? ഹേ അല്ല, ഒരു രഹസ്യമാണ്. അങ്കിളിനും ഗുണമുള്ള കാര്യമാണെന്ന് കൂട്ടിക്കോ. ഇവിടുത്തെ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെ ഒരു സ്റ്റേഡിയം നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യം പുറത്തു വിട്ടിട്ടില്ല. സ്റ്റേഡിയം വരുമ്പോൾ അതിന് ചുറ്റുമുള്ള സ്ഥലത്തിനൊക്കെ വില 10 ഇരട്ടിയെങ്കിലും ഒറ്റയടിക്ക് കയറും. ആളുകൾ അറിയുന്നതിന് മുമ്പ് നമ്മുടെ ആളുകളുടെ പേരിൽ ആ സ്ഥലങ്ങൾ വാങ്ങിയെടുക്കണം. അങ്കിളിനോട് കാശ് റെഡിയാക്കി വെച്ചോളാൻ ഡാഡി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളാം. അങ്കിൾ ഒരു കാര്യം ചെയ്യൂ, ഞാൻ അവിടെ TV കാണും. സമയം പോലെ അങ്ങോട്ട് വന്നാൽ മതി. എനിക്ക് വേറെ ചിലർ മീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ വന്നേക്കാം. അല്ല, ഒരു ചായ. ഞാൻ ഇനിയും വരുമല്ലോ. ശരി.